ഈ മെയ് മാസങ്ങളിൽ ചുവപ്പിൽ പൂക്കുന്ന ഒരു പൂക്കാലമുണ്ട്. വേനലിൽ പൂത്തുവിടർന്ന് വസന്തത്തോടെ കൊഴിഞ്ഞില്ലാതാവുന്ന ഗുൽമോഹർ അഥവാ വാഗപ്പൂക്കളാണ് ഇന്ന് പാതയോരങ്ങളിൽ താരം. ഗുൽമോഹർ പൂക്കൾ വിരിച്ചിട്ട വഴികളിലേക്ക് ഒരു യാത്ര പോയി വരാം. കാലങ്ങളായി മലയാളികളുടെ പ്രണയ സങ്കല്പങ്ങളിൽ സ്ഥാനം പിടിച്ച ചുവന്ന പൂക്കൾ. പൂക്കൾക്ക് സംഗീതമുണ്ടെന്ന് മലയാള സാഹിത്യ ലോകം എഴുതിയതൊരു പക്ഷേ ഗുൽമോഹർ പൂക്കളെ കണ്ടിട്ടാകണം. ആരും ഒന്ന് നോക്കും, അത്രയും വശ്യ സൗന്ദര്യമാണ് ചുവപ്പണിഞ്ഞ ഈ പ്രണയ സൗഗന്ധികങ്ങൾക്ക്. ചുട്ടുപൊള്ളുന്ന വേനലെന്നും ഗുൽമോഹർ പൂക്കാലമാണ്. വഴിയോര കാഴ്ചകൾക്ക് നിറശോഭയേകുന്ന ചെമ്പട്ടടിഞ്ഞ ഗുൽമോഹറിന്റെ ഇലകൾ പേരിന് മാത്രവും, പകരം വൃക്ഷമാകെ നിറയെ പൂക്കളാണ്. നീലനിറത്തിൽ മേഘാവൃതമായ ആകാശത്തിൽ കത്തുന്ന വെയിലിൽ ഉദിക്കുന്ന പൂക്കളെ കാണാൻ തന്നെ എന്തൊരു ചേലാണ്. പ്രണയവും സൗഹൃദവും മാത്രമല്ല, വിപ്ലവവും ഓർമ്മിപ്പിക്കുന്നതാണ് ഗുൽമോഹർ പൂക്കാലം. പ്രണയിനികൾ എഴുതുന്ന മധുരമാർന്ന കത്തുകളിലും ഗുൽമോഹർ വിപ്ലവം പൂക്കാറുണ്ടത്രേ. ഇലകൾ പൊഴിച്ച് നിറയെ പൂക്കളുമായി നിൽക്കുന്ന ഗുൽമോഹർ കുരിശിലേറ്റിയ യേശുവിന്റെ രക്തം പടർന്നാണ് ചുവപ്പണിഞ്ഞതെന്നാണ് ക്രിസ്തീയ സമൂഹങ്ങളുടെ വിശ്വാസം. ചുവന്ന പട്ടുവിരിച്ചതുപോലെ നയനവിസ്മയം ഒരുക്കുന്ന ഈ പൂക്കൾ ചെറുകാറ്റിലാടുന്നത് ഒരുപക്ഷെ മറ്റൊരു വേനലിനായുള്ള കാത്തിരിപ്പിനാകും. പൂക്കൾ കൊഴിഞ്ഞ് വഴിയോരങ്ങളിൽ കടുംചുവപ്പ് നിറയുന്ന കാലം. പ്രണയത്തിന്റെയും വിപ്ലവത്തിന്റെയും അടയാളപ്പെടുത്തലുകളായി അവ വഴിയോരങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.